നമസ്കാരം. ഇറാനിൽ നടക്കുന്ന സൈനിക നീക്കങ്ങൾ 6 ദിവസങ്ങളായി ശക്തമായ രീതിയിൽ തുടരുകയാണ്. ഈ കാലയളവിൽ ഇറാനിയൻ സൈന്യം ഉൾപ്പെടെയുള്ള സേനകൾക്കെതിരായി ജനങ്ങളുടെ പ്രതിഷേധങ്ങളും ധാരാളം സംഘർഷങ്ങളും നടന്നു വരികയുമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയിൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ യുദ്ധഭീതിയുടെ ശക്തമായ സാന്നിധ്യത്തെക്കുറിച്ച് ആശങ്ക ഉയർന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനും ഇറാനിയൻ സൈന്യത്തിനുമെതിരെ രൂക്ഷമായ മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. ആയുധങ്ങൾ ഉപേക്ഷിച്ച് കീഴടങ്ങാൻ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം ഉറപ്പായ മരണമായിരിക്കും ഫലമെന്നും ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാനിയൻ ജനതയ്ക്ക് വേണ്ടി നിലകൊള്ളാനും രാജ്യം തിരിച്ചുപിടിക്കാനും സൈനികർക്ക് ലഭിക്കുന്ന അവസാന അവസരമാണിതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാൻ റവല്യൂഷണറി ഗാർഡിലെയും പോലീസിലെയും സൈന്യത്തിലെയും എല്ലാ അംഗങ്ങളോടും ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്യുന്നു: നിങ്ങളുടെ ആയുധങ്ങൾ താഴെ വെക്കുക. ഇപ്പോൾ കീഴടങ്ങുന്നവർക്ക് ഞങ്ങൾ പൂർണ്ണമായ സുരക്ഷയും നിയമ പരിരക്ഷയും ഉറപ്പു നൽകുന്നു. എന്നാൽ ഈ മുന്നറിയിപ്പ് അവഗണിക്കുന്നവർക്ക് നേരിടേണ്ടി വരുന്നത് സമ്പൂർണ്ണ വിനാശമായിരിക്കും. ഇത് ആരും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇതിനു പുറമെ ലോകമെമ്പാടുമുള്ള ഇറാനിയൻ നയതന്ത്രജ്ഞരോട് പദവികൾ ഉപേക്ഷിച്ച് ശരിയായ പക്ഷത്ത് ചേരാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. ട്രംപിന്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇറാനിയൻ നാവികസേനയ്ക്കുണ്ടായ വൻ തകർച്ചയുടെ ദൃശ്യങ്ങൾ US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ടു കഴിഞ്ഞു. വിമാനവാഹിനി കപ്പലുകളോളം വലിപ്പമുള്ള ഇറാന്റെ ഡ്രോൺ കാരിയർ കപ്പൽ അമേരിക്കൻ സൈന്യം തകർത്തു. കപ്പലിൽ നിന്ന് പുക ഉയരുന്നതിന്റെയും സ്ഫോടനത്തിന്റെയും ദൃശ്യങ്ങളാണ് പുറത്തു വന്നതിലുള്ളത്. ഇതോടെ ഇറാന്റെ നാവിക ശക്തി ഏതാണ്ട് പൂർണ്ണമായും തകർക്കപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു പുതിയ ഇറാൻ കെട്ടിപ്പടുക്കാൻ ജനങ്ങൾക്ക് ലഭിച്ച അവസരമാണിതെന്നാണ് വൈറ്റ് ഹൌസിന്റെ നിലപാട്. ഇറാനിലെ നിലവിലെ സാഹചര്യം ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ സ്ഥിതിയെ തന്നെ ബാധിക്കുന്ന വിധത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സൈനിക ശക്തി, ജനപ്രക്ഷോഭങ്ങൾ, ഭീഷണിപ്പെടുത്തുന്ന പ്രസ്താവനകൾ എല്ലാം ചേർന്നാൽ ഈ പ്രദേശത്ത് അപ്രതീക്ഷിത സംഘർഷങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ട്രംപ് മുന്നറിയിപ്പ് കൊടുത്ത സാഹചര്യത്തിൽ ലോക വ്യാപാര, ഊർജ്ജ, സൈനിക, ഡിപ്ലോമാറ്റിക് ഘടകങ്ങളിൽ പോലും വലിയ ഇടിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുകളും ഇതേ സമയം പുറത്തു വരുന്നുണ്ട്. ജനങ്ങളുടെ ജീവൻ, അവകാശങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം യുദ്ധഭീതിയിൽ നേരിടുന്ന പ്രതിസന്ധികൾക്ക് വിധേയമാകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സുരക്ഷിതമായ ആശയവിനിമയവും ശക്തമായ അന്താരാഷ്ട്ര ഇടപെടലുകളും ദൈർഘ്യമുള്ള സമാധാന പ്രവർത്തനങ്ങളും ചേർന്നാൽ മാത്രമേ ഈ ഘട്ടത്തിൽ എന്തെങ്കിലും പരിഹാരമുണ്ടാക്കാൻ കഴിയൂ എന്ന സ്ഥിതിയാണ് സംജാതമായിരിക്കുന്നത്. പക്ഷേ സൈനിക വിരുദ്ധ നീക്കങ്ങളും ഭീഷണിപ്പെടുത്തലുകളും തുടരുന്നത് വലിയ നഷ്ടങ്ങൾക്കും ഭീതി പരത്തി വ്യാപകമായ രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും വഴിവെക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിനാൽ ഇറാനിലെ സൈനിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ അന്താരാഷ്ട്ര സമൂഹം ഗുരുതരമായി നിരീക്ഷിക്കേണ്ടത് ഈ ഘട്ടത്തിൽ അനിവാര്യമാണ്. മനുഷ്യജീവന്റെ സുരക്ഷയും അന്താരാഷ്ട്ര സമാധാനവും സംരക്ഷിക്കാൻ സജീവവും അടിയന്തരവുമായ നടപടികൾ എടുക്കേണ്ട അവസാന സമയമാണ് കടന്നു പോകുന്നതെന്നതാണ് യാഥാർത്ഥ്യം.